അപ്പോൾ ബ്രെയിനിന് ആവശ്യമായിട്ടുള്ള എനർജി കിട്ടുന്നില്ല, അത് ഉൽപ്പാദിപ്പിക്കേണ്ട ആവശ്യമുള്ള മറ്റു സാധനങ്ങളും കിട്ടുന്നില്ല. ഒന്ന് ഞാൻ പറഞ്ഞു ഓക്സിജൻ്റെ കുറവ്, അപ്പോൾ നമ്മുടെ ശ്വാസത്തിൽ കൂടെ അത് കിട്ടുന്നില്ല എന്നല്ല, എടുക്കുന്ന എമൗണ്ട് തികയുന്നില്ല. ഇപ്പം ഇത്ര ml പെർ മിനിറ്റ് എടുക്കേണ്ടത് നമ്മളൊരു 100 ml എക്സാമ്പിളാണ്, 100 ml എന്ന് വെച്ചോളൂ. പക്ഷേ എടുക്കുന്ന സംഭവം വളരെ കുറവായിരിക്കും. അപ്പോൾ ബോഡിക്ക് പലർക്കും വീതിച്ചു കൊടുക്കണം. രണ്ടാമത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മിനറൽസിൻ്റെ ഡെഫിഷ്യൻസി, ഈ മിനറൽ ഡെഫിഷ്യൻസി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ബ്ലഡ് ചെക്ക് ചെയ്യാൻ പോകുന്നു, ഒരു മുടി കൊഴിച്ചിലുള്ളൊരു വ്യക്തിക്ക് ബ്ലഡ് ചെക്ക് ചെയ്യാൻ പോകുമ്പോൾ ഹീമോഗ്ലോബിൻ ഏകദേശം നോർമലായിരിക്കും, ഒരു 9-10 ആയിരിക്കും. 12 നമുക്ക് വേണ്ടത്, അവർക്ക് 9-10 വരെ കുഴപ്പമില്ല, 12 വേണം, കുറച്ച് മാതളം കഴിച്ചോളൂ, ഡേറ്റ്സ് കഴിച്ചോളൂ എന്നും എല്ലാവരും പറയും. നമ്മൾ പോയി കിലോ കണക്കിന് മാതളം കഴിക്കുന്നു, ഡേറ്റ്സ് കഴിക്കുന്നു, ഒരു രക്ഷയില്ല. സംഭവം എന്തെന്ന് വെച്ചാൽ ഈ ഹീമോഗ്ലോബിൻ്റെ ലെവല് ഇത് ചെയ്യുന്നത് തീരുമാനിക്കുന്ന ഫെറിറ്റിൻ എന്ന് പറയുന്ന അയൺ കണ്ടൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് വളരെ കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾ ഫെറിറ്റിനെ റീപ്ലേസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ ഹീമോഗ്ലോബിൻ കൂടത്തുള്ളൂ. 2 രീതിയിൽ ഹീമോഗ്ലോബിൻസ് കുറയാം. അതായത് നോർമലി ഭക്ഷണം കഴിക്കാത്തൊരു വ്യക്തിക്ക് കുറയാം, അവർ ഭക്ഷണം കഴിച്ചാൽ കൂടും. അതേസമയം നോർമലി ഭക്ഷണം കഴിക്കുന്നു എന്നിട്ട് ഈ കണ്ടൻറ്റ് കുറയുന്നു. അപ്പോൾ ഫെറിറ്റിൻ എന്തുകൊണ്ടാണ് കുറയുന്നത്? ശരീരത്തിൽ മറ്റ് മിനറൽസിൻ്റെ ഡെഫിഷ്യൻസീസ് കൊണ്ടാണ്. ഇപ്പം നമ്മളിപ്പോൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് അത് അബ്സോർബ് ചെയ്യണമെങ്കിൽ ആ ഡെഫിഷ്യൻസി വരുന്നത് കൊണ്ടാണ് അത് വരുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഫെറിറ്റിന് നമ്മൾ മാറ്റും. അപ്പോൾ രണ്ടാമത്തെ ക്ഷീണം അതായി.